അവിശ്വാസികളായ ആളുകൾക്ക് പെന്തിക്കോസ്ത് നാളിലെ അന്യഭാഷയുടെ അടയാളമായിരുന്നു. ബിക്കോസ് ആ ഭാഷ അവിടെ ലോകത്തിൻ്റെ 17 ഭാഷകളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ദാറ്റ് വാസ് എ സൈൻ. എന്നാൽ അതേസമയം അത് ദൂതന്മാരുടെ ഭാഷയാണെങ്കിൽ ഒരു പക്ഷേ ആർക്കും ലോകത്തിലെ എല്ലാവരും കൂടെ കൂടിയിരുന്നാലും അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ലെന്നാനും. പിന്നെ ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട്, ചിലർ അന്യഭാഷ പറയുമ്പോഴത്തേക്ക് ഒറ്റ വാക്കേ പറയുന്നുള്ളല്ലോ. ഭാഷയാണെങ്കിൽ കുറേ വാക്കുകൾ വേണ്ടേ, കുറച്ച് വ്യാകരണമൊക്കെ വേണ്ടേ? അങ്ങനെ വ്യാകരണമൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് ദാഹിച്ചാൽ ഭാര്യയെ വിളിച്ച് ഗ്രാമർ ഒപ്പിച്ചെന്നല്ല ഞാൻ വെള്ളം ചോദിക്കുന്നത്. ഈ വെള്ളം എന്നായിരിക്കും പറയുന്നത്, അത്രയും മതി. ഒറ്റ വാക്കേ ഉള്ളെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അല്ലാതെ വലിയ വ്യാകരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 14-ാം അധ്യായത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് വരിക. കമോൺ, 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം സംസാരിക്കുന്നത്, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മിസ്റ്ററീസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മർമ്മങ്ങളെ അവൻ സംസാരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ, അതായത് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദ പേഴ്സൺ ഇൻ ട്രിനിറ്റി ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിവർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് വി റിസീവ് ദാറ്റ് ഇസ് ദ ഗിഫ്റ്റ്. ഗിഫ്റ്റിന്റെയും ഗിവറിന്റെയും പേരെന്ത് തന്നെയാണ്? ഹോളി സ്പിരിറ്റ് എന്നാണ്. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു പക്ഷേ നമുക്ക് ഗ്രാമറിനകത്ത് ഇത് ശരിയാകത്തില്ലായിരിക്കാം, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. വി ആർ ഗിവൺ ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ദൈവോന്മുഖമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി. വെൻ വി റിസീവ് ദ ഹോളി സ്പിരിറ്റ്, യു നോ വാട്ട് ഹാപ്പൻസ്? മനുഷ്യനിലൊരു ആത്മാവുണ്ട്, പക്ഷേ ആ ആത്മാവ് നിർജീവമാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിപ്പിച്ച് എന്ത് സംഭവിക്കുന്നു? അതിനെ ദൈവോന്മുഖം. ഇനി ഞാൻ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ വായിക്കുകയാണ് മനസ്സിലാക്കാനാണ്. 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. അപ്പോൾ ഇവിടെ പോൾ പറയുന്നത്, നമുക്ക് എന്താണ്? ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇത് നമ്മൾ സാക്ഷി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ തോന്നിയിട്ടുമില്ല എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് അല്ല ഇവിടെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു കാറ് കിട്ടുമ്പോഴത്തേക്ക് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നൊന്നും പറയരുത്. കാര്യം അത് നിങ്ങൾ കണ്ടില്ലെങ്കിലും കാർ ഡിസൈൻ ചെയ്ത ആളും കണ്ടു, ഷോറൂമിലുള്ളവനും എല്ലാം കണ്ടതാണ്. ആർക്കും വെളിപ്പെടാത്ത കാര്യമൊന്നുമല്ലല്ലോ കാറെന്ന് പറയുന്നത്. ഇറ്റ് സേസ് അബൌട്ട് വാട്ട്? ഇത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്ന്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അത് ലോകത്തിൽ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ദൈവം നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള എൻ്റെ യൂണിയൻ, മിസ്റ്റിക്കൽ യൂണിയൻ, അത് ഇപ്പോൾ നമുക്ക് ദൈവമോ തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ആത്മാവ് ഇറ്റ് ഈസ് ക്വിക്കൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന ദാനത്താൽ ജീവിപ്പിക്കപ്പെട്ട എൻ്റെ ആത്മാവിന് ഇപ്പോൾ ഒരു വലിയ ദാഹമുണ്ട്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. എൻ്റെ ബോഡി ആരായുന്നതായ ചില കാര്യങ്ങളുണ്ട്. മൈ ബോഡി സീക്സ് സംതിങ്. വെൻ ഐ എം ഹംഗ്രി ഇറ്റ് സീക്സ് ഫുഡ്. എൻ്റെ ശരീരം ആരായുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ സോൾ, എൻ്റെ ഇന്റലിജൻസ് ആരായുന്നതായ ചില കാര്യമുണ്ട്. ദാറ്റ് ഈസ് നോളജ്. പക്ഷെ എൻ്റെ ആത്മാവ് ആരായുന്നത് ഫുഡല്ല, നോളജ് അല്ല. എൻ്റെ ആത്മാവ് ഇപ്പോൾ ആരായുന്നത് ദൈവത്തിൻ്റെ ആഴങ്ങളാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവാകുന്ന ദാനം എന്നിൽ ദൈവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകിയപ്പോൾ മുതൽ എനിക്കിപ്പോൾ എൻ്റെ ആത്മാവിൽ വലിയൊരു മോഹമുണ്ട്. ഐ വോണ്ട് ടു നോ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. സോ ദ സ്പിരിറ്റ് സെർച്ചസ് everything, even the innermost depths of God. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു എന്ന് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ ഇപ്പോൾ നമുക്കറിയാമെന്നാ പറയുന്നത്. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവുള്ള അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിലുള്ളത് നമ്മളാരും അറിഞ്ഞിട്ടില്ലെന്നല്ല, അറിയത്തില്ലെന്നല്ല. നമുക്കോ ദൈവം നൽകിയിരിക്കുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ കേപ്പബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഞാനിപ്പോൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇന്നർമോസ്റ്റ് ഡെപ്സിലുള്ള ആഴങ്ങളെ പോലും അറിയാനുള്ള വലിയ എബിലിറ്റി, സ്പിരിച്വൽ എബിലിറ്റി ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെ? ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ മർമ്മങ്ങളെ ആരായുന്നു. ആ മർമ്മങ്ങളെ അറിയുന്നവൻ, അത് മർമ്മമാണ്. ദീസ് ആർ ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ് that even now it cannot come to your mind. ഇത് ആരായുന്നത് എൻ്റെ മൈൻഡ് അല്ല. എൻ്റെ മൈൻഡ് ആരാഞ്ഞാൽ ഇത്രയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിയണം. പക്ഷേ നിനക്ക് ആത്മാവിലെ അറിയാൻ പറ്റുള്ളൂ. നിന്റെ മൈൻഡിലോട്ട് അത് കയറ്റത്തക്ക രീതിയിൽ മൈൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുവാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഒരു വലിയ എബിലിറ്റി. ഇറ്റ് ഈസ് എ ലിവിങ് ഹോളി സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ദാറ്റ് ഈസ് ഗിവൺ അൺടു മീ. എന്നിലേക്ക് പകർന്നു തന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നുണ്ട്. അപ്പോൾ ആത്മാവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മർമ്മങ്ങളെ അറിയുന്നു. ആ ആത്മാവിനെ, എൻ്റെ മർമ്മങ്ങളെ എൻ്റെ മനസ്സിൻ്റെ ലോകത്തിൻ്റെ അപ്പുറത്താണ്. ഇറ്റ് ഈസ് ബിയോണ്ട് മൈ ഇന്റലിജൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിലുള്ളത്, ആ ദൈവത്തിൻ്റെ ആഴത്തിലുള്ളത് ഞാൻ എൻ്റെ മനസ്സറിയുന്നില്ല, പക്ഷെ ആരറിയുന്നുണ്ട്? എൻ്റെ സ്പിരിറ്റ് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അതറിയാൻ കഴിയാത്തത്. കാരണം എൻ്റെ മൈൻഡിലേക്ക് കടത്തത്തക്ക രീതിയിൽ അത്രയ്ക്ക് ചെറിയ കാര്യങ്ങളല്ല ഞാൻ അറിഞ്ഞിരിക്കുന്നത്. സോ വി സ്പീക്ക്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വായിച്ചത്. 14 അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചത് അതാണല്ലോ, അല്ലേ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവതത്വത്തിൽ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തും. 4-ാം വാക്യത്തിൽ കാണുന്നതാണ്. ആത്മാവിൻ്റെ ലോകത്ത് ദൈവത്തിൻ്റെ ആഴങ്ങളിൽ വിരാജിക്കുന്ന ഞാൻ ആത്മാവിൽ അറിയുന്ന ദൈവിക മർമ്മങ്ങളെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് തന്നെ എൻ്റെ മനസ്സിൻ്റെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ കഴിയാത്തതാണ് ആ സത്യങ്ങൾ. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഐ ഡ്വെൽ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആഴങ്ങളിൽ ഞാനിങ്ങനെ വിരാജിക്കുമ്പോൾ അതൊരു ഭയങ്കര അനുഭവമാണ്. ഒരു സ്പിരിച്വൽ ഒരു റിയാലിറ്റിയാണ്, ഒരു ഇല്യൂഷൻ അല്ല ഇത്. ഇറ്റ് ഇസ് നോട്ട് എൻ ഇല്യൂഷൻ, ഇറ്റ് ഇസ് എ റിയാലിറ്റി. എങ്ങനെ? ഇൻ മൈ സ്പിരിറ്റ്, ദാറ്റ്സ് എ സ്പിരിച്വൽ റിയാലിറ്റി. ഇൻ മൈ സ്പിരിറ്റ് ഐ സെർച്ച് ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. എൻ്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. ആൻഡ് മൈ സ്പിരിറ്റ് സ്പീക്സ്. ഞാൻ എൻ്റെ മനസ്സിലേക്ക് പോലും എനിക്കത് കടത്തിവിടാൻ കഴിയുന്നില്ല. എന്നാൽ എനിക്കത് ആത്മീക വർധന വരുത്തുകയാണ്. ഇതൊരു വലിയ പ്രിവിലേജാണ്. അത് കളഞ്ഞു കുളിക്കരുത്. ഇതൊരു വലിയ പ്രിവിലേജാണ്. ദൈവത്തോട് സംസാരിക്കുന്നു. ചില സമയത്ത് നമ്മൾ ആളുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമ്പോഴത്തേക്ക്, അന്യഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുകയില്ലയോ? സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ലെങ്കിൽ, ഇതാണ് ചിലപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിന്തിക്കും, സ്വർഗത്തിൽ പോകേണ്ടത് കൊണ്ട് മാത്രം ഞാൻ അന്യഭാഷയെ സംസാരിക്കുക. പക്ഷേ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഗതികേടിൽ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതല്ല. എൻ്റെ ദൈവത്തോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്ന വലിയൊരു പ്രിവിലേജാണ് ഇത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. അന്യഭാഷ സംസാരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയാലെന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. ഇറ്റ് ഈസ് എ പ്രിവിലേജ്. ഐ സ്പീക്ക് ടു മൈ ഫാദർ. ഹല്ലേലൂയ. അതൊരു പ്രിവിലേജ് എന്ന് എന്താ മനസ്സിലാക്കാത്തത്? ഇതൊരു ഇന്നവിറ്റബിൾ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. ഈ ഒരു പ്രിവിലേജ് എങ്ങനെ ഇന്നവിറ്റബിൾ ആണോ ഇല്ലയോ നമ്മൾ തിരക്കേണ്ട കാര്യം എന്താണ്? ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇന്നവിറ്റബിൾ, ഐ സ്പീക്ക് ഇൻ ടങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രിവിലേജ്. അന്യഭാഷ സംസാരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് നാളെ വേദോത്സവം പഠിപ്പിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. കാര്യം, എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു പ്രിവിലേജ് അല്ലേ എൻ്റെ പിതാവായ ദൈവത്തോട് എനിക്ക് ആത്മാവിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കാൻ കഴിയുന്നത്. ഇനി അല്പസമയങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ 14-ാം അധ്യായത്തിലേക്ക്, ചാപ്റ്റർ 14 പെട്ടെന്ന് കടന്നു വരികയാണ്. വേഴ്സ് 1. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. 12-ാം അധ്യായത്തിൽ നമ്മൾ ആത്മീക വരങ്ങളെക്കുറിച്ച് കേട്ടതിന് ശേഷം ഒടുവിൽ പറയുന്നത്, ഇനി അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, എല്ലാ വരങ്ങളെക്കാളും വലുത് സ്നേഹമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയുന്നതെന്നറിയാമോ? സ്നേഹമാണ് എല്ലാ വരങ്ങളെക്കാളും വലുത്, അതുകൊണ്ട് വേറെ വരമൊന്നും വേണ്ട. അങ്ങനല്ല പ്രിയമുള്ളവരെ. 14-ാം അധ്യായം പൗൽ തുടങ്ങുമ്പോൾ പറയാണ്, സ്നേഹം എല്ലാത്തിലും വലുതാണ്. 13-ാം അധ്യായത്തിൽ സ്നേഹം എല്ലാത്തിലും വലുതാണെന്ന് പറഞ്ഞു. ഇതിനർത്ഥം സ്നേഹം മാത്രം മതിയെന്നല്ല. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, എന്നാൽ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും
വാഞ്ചിപ്പീൻ. അപ്പൊ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം വേണ്ടെന്നല്ല, പക്ഷെ സ്നേഹം മാത്രം പോരാ. എന്ത് വേണം? ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, എന്നാൽ ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും കാംക്ഷിപ്പീൻ. അന്യഭാഷ ഒരു അനിവാര്യത എന്നുള്ള നിലയിലല്ല ഞാൻ വാസ്തവത്തിൽ കാണുന്നത്. പ്രത്യേകത എന്താണ്? അതിനെ ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്വർഗ്ഗസപിതാവിനോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരം. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കാംക്ഷിക്കുകയാണ്. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മിക വരങ്ങളെ വാഞ്ചിപ്പീൻ. ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. ദൈവത്തോട് സംസാരിക്കണം, മനുഷ്യരോട് സംസാരിക്കണം. സ്നേഹം വേണം, എന്നാൽ ദൈവത്തോട് സംസാരിക്കണം, മനുഷ്യരോട് സംസാരിക്കണം. മനുഷ്യന് പ്രയോജനമുള്ള നിലയിൽ ആത്മീക വരങ്ങൾ എനിക്ക് വേണം. When I speak in tongues, I speak to God. When I exercise all the other gifts, it is for the benefit of the other people. അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ എന്താണ്? ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നു. എന്നാൽ പ്രവചിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ എന്നാണ് കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്ന. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോടത്രേ സംസാരിക്കുന്നു.